10 വർഷത്തിന് നീണ്ട കാത്തിരിപ്പിന് ശേഷം വലിയൊരു വിജയമാണ് UDF നേടിയത്. ഏറ്റവും ഉന്നതമായ ഒരു വിജയം, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലടക്കം 16 നേടി. ആ വിജയത്തിന്റെ ആ ഒരു ശോഭ കെടുത്തുന്നതാണ്. വിജയത്തിന് മങ്ങലേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കുറച്ച് ദിവസങ്ങളിലായി നമുക്കറിയാലോ, നമ്മുടെ തെരുവോരങ്ങളൊക്കെ കണ്ടിരുന്നൊരു ഒരു കാഴ്ചയുണ്ടല്ലോ. അപ്പോൾ അത് ഒരു അസംതൃപ്തി നമ്മളിലെ ആൾക്കാർക്ക് നമുക്ക് വോട്ട് ചെയ്ത രാഷ്ട്രീയമില്ലാത്തൊരാൾക്കാർ ഈ ഗവൺമെന്റ് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ മനസ്സിൽ ഈ UDF സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത ഒരു വിമിഷ്ടം. അത് സംസാരത്തിലും കല്യാണത്തിന് ചെന്നാൽ എവിടെ ചെന്നാലും ഞങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഫീൽഡിലുള്ള ആൾക്കാരാണല്ലോ. നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അതെ, ഞങ്ങളൊക്കെ ഈ ഫീൽഡിൽ സാധാരണ പ്രവർത്തകന്മാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ പ്രശ്നങ്ങൾക്ക് ഇടപെടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളോടാണ് അത് കൂടുതൽ. നേതാക്കന്മാരുടെ മുമ്പിലൊന്നും എത്തൂല. എന്താണ് അമിത മാഷ എങ്ങനെ, എന്താണ് അമിത മാഷ അങ്ങനെ, നിങ്ങളെന്താ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മളാ വികാരം നേതാക്കന്മാരെ അറിയിക്കല്ല, നമുക്ക് നിവൃത്തിയില്ലല്ലോ. സമ്മർദ്ദത്തിലാവുക തന്നെയാണ്, അത് ഈ അംശമൊന്നുമില്ല. സംതൃപ്തി അത് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ, കേരളത്തിലുടനീളമുണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആ നിലക്കുള്ള ഒരു വിജയം കൈവരിച്ചൊരു ജില്ലയാണ്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് പോവുകയാണ്. ഇതൊരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒരു സംഭവവികാസമല്ല. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ വിജയം നേടിയത്. കഠിനാധ്വാനം അതിന്റെ പിന്നിലുണ്ട്. സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ, നേതൃത്വത്തിലെ ആൾക്കാർ പോട്ടെ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാരുടെ കഠിനമായ വിയർപ്പ് ഈ വിജയത്തിന്റെ പിന്നിലുണ്ട്. ഈ ഭയങ്കരമായിട്ടുള്ള കഠിനമായ വേനൽ നമുക്കറിയാലോ. ഈ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ഉണ്ടാക്കിയ ഒരു വലിയ പ്രയാസം, അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ വലിയൊരു വിജയം നേടി അത് ആഘോഷിക്കാൻ പോലും മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന സംഭവവികാസങ്ങൾ കാണുമ്പോൾ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിട്ട് പറയാണ്. ഞാൻ പറയാം, എൻ്റെ ഫോൺ പരിശോധിച്ചറിയാം. ഞങ്ങളുടെ വനിതാ ലീഗിൻ്റെ ഒക്കെ പ്രവർത്തകർ, നമുക്ക് കിട്ടുന്ന അല്ലാത്ത രാഷ്ട്രീയ അല്ലാത്ത ആൾക്കാർ, നമുക്ക് വോട്ട് ചെയ്ത ആൾക്കാർ എല്ലാവരുടെ കമൻസൊക്കെ കേട്ടാൽ നമുക്ക് തന്നെ ഒരു വല്ലാത്ത പ്രയാസം തോന്നും. ചുരുക്കി പറഞ്ഞാൽ ഇനി ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത് ഉചിതമല്ല. അല്ല, തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് പരിഹാരം ഉണ്ടാവണം എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. മുസ്ലിം ലീഗ് എത്രയും വേഗത്തിൽ, കാരണം ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഒരു 102 സീറ്റിലേക്ക് എത്തിക്കുന്നതിനോട് വലിയ വലിയ വിയർപ്പൊഴുക്കിയൊരു പാർട്ടിയാണ് ടീം UDF മുസ്ലിം ലീഗ്. അത് എല്ലാവർക്കും അറിയും ചെയ്യാം. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, തിരുകൊച്ചി മേഖലയിലൊക്കെ വലിയ പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അത് കാണുമ്പോഴുള്ളൊരു പ്രയാസം ഉണ്ടല്ലോ. അതാണ് മുസ്ലിം ലീഗ് ജനവികാരം മാനിച്ച് ഉള്ള ഒരു മുഖ്യമന്ത്രി വരണമെന്ന ആവശ്യമുള്ള അറിയിച്ചിട്ടുള്ളത്. അതല്ലോ, അത് പറഞ്ഞിട്ടില്ല. അതല്ല, അത് ഞങ്ങൾ കൃത്യമായിട്ട് എന്താണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം ദേശീയ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ തന്നെ ഓർഗനൈസിംഗ് സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട MP ET മുഹമ്മദ് ബഷീർ സാഹിബ്, സംസ്ഥാന സെക്രട്ടറി BMA സലാം, ഞങ്ങളുടെ രാജ്യസഭാ മെമ്പർ ഹാരിസ് വീരൻ, 4 ആളും പോയി ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു സന്ദേശം AICC നിരീക്ഷകന്മാരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനനുകൂലമായ സമീപനം ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞങ്ങൾ അതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കോൺഗ്രസ് ആണ്, വലിയ ജനാധിപത്യ പാർട്ടിയാണ്, അതിനൊരു സംവിധാനമുണ്ട്. പിന്നെ എന്തെന്നായിരുന്നാലും ഇതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ട ഹൈക്കമാൻഡാണല്ലോ. നമുക്കതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം പറഞ്ഞാലും അത് മുസ്ലിം ലീഗ് അംഗീകരിക്കും.